നെൽ കർഷകരെ വലിച്ച് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ്. കൃഷി ആവശ്യത്തിന് വളം വേണമെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പിലൂടെ മാത്രം വളം നൽകുകയുള്ളൂ. ഞാറുനട്ട കർഷകർ വളത്തിനായി നെട്ടോട്ടത്തിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്ന പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലാണ് ആപ്പ് വഴിയുള്ള വളം വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ചെറിയ തോതിലെങ്കിലും മഴ കിട്ടി തുടങ്ങിയിരിക്കുന്നു. പാലക്കാട് പാടങ്ങളിലൊക്കെ ഞാറുനടൽ തകൃതിയായി നടക്കുന്നു. പക്ഷേ പലതരത്തിലാണല്ലോ പ്രതിസന്ധി എത്തുക. ഇത്തവണ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആപ്പിൻ്റെ രൂപത്തിലാണ് കർഷകർക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് വളം ലഭിക്കാൻ ആപ്പിൽ സൈൻ ചെയ്യണം, ആപ്പിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇപ്പോൾ വളം കിട്ടാനുള്ള ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്? കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി മഴ സാധാരണ രീതിയിലുള്ള മഴ കിട്ടിയിട്ടില്ല, മഴ കുറവാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ടാണ് കുറച്ച് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ആദ്യം കുറച്ച് വിതച്ചു, അത് കഴിഞ്ഞ് വിളവെടുക്കാൻ പോണ സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം അറിയണത്. കൃഷി ചെയ്ത ശേഷവും കൃഷിക്കുള്ള ഞാറും അതുപോലുള്ള ബാക്കി എല്ലാ പണികളും ചെയ്ത് തുടങ്ങുന്ന ശേഷം ഇങ്ങനെയുള്ള ആപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ഫോൺ പോലും ഇല്ലാത്ത കർഷകരാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ഒന്നാം വിളയ്ക്ക് ഞാറുനട്ട കർഷകർ സബ്സിഡി വളത്തിനായി എത്തിയപ്പോഴാണ് ആപ്പ് എന്ന ഡിജിറ്റൽ സംവിധാനം പ്രതിസന്ധിയായി മുന്നിൽ അവതരിച്ചത്. വളം വേണമെങ്കിൽ ആപ്പ് മുഖേന അപേക്ഷിക്കണം. കൈവശമുള്ള കൃഷിഭൂമിയുടെ അളവടക്കം ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ അതനുസരിച്ച് വളം അനുവദിക്കും. മറ്റൊരു തരത്തിലും വളം നൽകില്ലെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തതോടെ കൃഷി പ്രതിസന്ധിയിലായി. ഇപ്പോൾ ഏജൻസി മുഴുവനും, പ്രൈവറ്റ് ഏജൻസി മുഴുവനും, അതേമാതിരി സൊസൈറ്റി മുഴുവനും തരില്ല എന്നാണ് പറയണത്. ബാങ്കുകളും തരില്ല എന്നാണ് പറയണത്. അപ്പോൾ ഈ കൃഷിയൊക്കെ നിർത്തിയിട്ട് ഇത് ആർക്കെങ്കിലൊക്കെ കിട്ടിയ വിലയ്ക്ക് കൊടുത്ത് ബാങ്കിൽ കടങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിലാണ് കർഷകരുള്ളത്. കർഷകർ പതിവായി ഉപയോഗിക്കുന്ന നേർവളങ്ങളായ യൂറിയ, പൊട്ടാഷ്, ഫാക്ടംഫോസ്, ഡയമോണിയം ഫോസ്ഫേറ്റ് എന്നിവ കിട്ടണമെങ്കിൽ പോലും പുതിയ വെർഷനുള്ള സ്മാർട്ട് ഫോണും അതിൽ ആപ്പും നിർബന്ധം. അപ്രതീക്ഷിതമായാണ് കർഷകർക്ക് മുമ്പിൽ കൃഷി മന്ത്രാലയവും സംസ്ഥാന കൃഷി വകുപ്പും ആപ്പ് എന്ന ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവന്നത്. മുന്നറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ല. ഈ ആപ്പ് ഇങ്ങനെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു? അറിയില്ല. അതാണ് വലിയൊരു പ്രശ്നമായി മാറുന്നത്. കാരണം ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിനു മുന്നോടിയായി ഏതെങ്കിലും തരത്തിലുള്ള ബോധവൽക്കരണമെങ്കിലും കർഷകർക്കിടയിൽ ഉണ്ടാക്കണമായിരുന്നു. അതുപോലും നടന്നിട്ടില്ല. എന്താണ് എങ്ങനെയാണെന്നറിയില്ല. ഈ മാസം ഞാറ് നടേണ്ടതാണ്, അതിനായി വളം ലഭിക്കേണ്ടതാണ്. അങ്ങനെ ഏറ്റവും ക്രൂഷ്യലായൊരു ടൈമിലാണ് വളം നിങ്ങൾക്ക് ആപ്പില്ലെങ്കിൽ ലഭിക്കില്ല എന്ന ഉത്തരവിലൂടെ ഇവരെ വലിയ പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. പാലക്കാട് നിന്നും ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സന്തോഷ് സർലിംഗ്.